ബോംബ് എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പ് സാമഗ്രി ആയതെന്നും ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെന്നും വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ചോദിക്കുന്നു. കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യാവസ്ഥ പുറത്തുവരില്ല. CPM ആക്രമണത്തിന് കോപ്പുകൂട്ടുകയാണ്. വടകര അടക്കമുള്ള ഇടങ്ങളിൽ വ്യാപകമായ ബോംബ് ശേഖരണം നടക്കുന്നുണ്ട്. പരിശോധന നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും ഷാഫി ആവശ്യപ്പെട്ടു. അതേസമയം പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണം നിഷേധിച്ച് CPM രംഗത്തെത്തി. പാനൂർ സ്ഫോടനം തീർത്തും അപ്രതീക്ഷിതമാണെന്നും സംഘർഷങ്ങളില്ലാത്ത സ്ഥലത്താണ് സ്ഫോടനമുണ്ടായതെന്നും മുതിർന്ന CPM നേതാവ് TP രാമകൃഷ്ണൻ പറഞ്ഞു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് CPM പാനൂർ ഏരിയ കമ്മിറ്റി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ പാർട്ടിക്ക് ബന്ധമോ ഉത്തരവാദിത്വമോ ഇല്ല. പാർട്ടി അകറ്റി നിർത്തിയവരാണ് സ്ഫോടനത്തിൽ അകപ്പെട്ടത്. ഇത് CPMന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷാഫി പറമ്പിലിന്റെ വാർത്താ സമ്മേളനത്തിനെതിരെയും TP രാമകൃഷ്ണൻ രംഗത്തെത്തി. UDF സ്ഥാനാർത്ഥി നടത്തിയ പത്രസമ്മേളനം ഭയം പരത്തുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരമൊരു പ്രചാരണത്തിൽ സ്ഥാനാർത്ഥി മുന്നോട്ട് വരരുതായിരുന്നു. കോൺഗ്രസ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് ഉചിതമല്ല. ഭിന്നിപ്പിച്ച് വോട്ടുണ്ടാക്കാനാണ് ശ്രമം. പോലീസ് വിശദമായ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ജനങ്ങൾ സമാധാനപരമായ നിലപാട് സ്വീകരിക്കണം. ഇതിന്റെ അലയൊലികൾ വടകരയിൽ ഉണ്ടാകരുത് എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. സ്ഫോടനത്തിൽ പരിക്കുപറ്റിയവർ നേരത്തെ പാർട്ടിക്കെതിരായും ആക്രമണം നടത്തിയവരാണ്. പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തവരാണ് അവർ. നേരത്തെ പാർട്ടിയുമായി അവർ സഹകരിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ പാർട്ടിക്ക് യോജിക്കാത്ത പ്രവർത്തനം നടത്തിയതിനാൽ അകറ്റി നിർത്തുകയായിരുന്നു. LDF സ്ഥാനാർത്ഥിയുമായി അവർക്ക് ബന്ധമില്ല. UDF പ്രവർത്തകർ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറീനോടൊപ്പമുള്ള ചിത്രത്തെക്കുറിച്ച് വിശദീകരണവുമായി വടകരയിലെ CPM സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറും രംഗത്തെത്തി. പല പരിപാടികളിലും പലരും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാറുണ്ടെന്നാണ് ശൈലജ ടീച്ചറുടെ ന്യായീകരണം. പാർട്ടിക്കും തനിക്കും പ്രതികളുമായി ഒരു ബന്ധവുമില്ല. അവർക്ക് CPMനേക്കാൾ മറ്റു പലരുമായിട്ടാണ് ബന്ധം. അത് എന്തെന്ന് താൻ ഇപ്പോൾ പറയുന്നില്ല. UDFന് മറ്റൊന്നും പറയാനില്ലെന്നും KK ശൈലജ ടീച്ചർ കൂട്ടിച്ചേർക്കുന്നു. വടകരയും കണ്ണൂരും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ CPMന് രാഷ്ട്രീയമായി വൻ തിരിച്ചടിയായിരിക്കുകയാണ് പാനൂരിലെ ഈ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനം. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന CPMനെതിരെ വൻ ജനരോഷമാണ് ഉയരുന്നത്. പക്ഷേ ഭീതി കൊണ്ട് ആരും പുറത്തു പറയുന്നില്ലെന്ന് മാത്രം. CPM പ്രവർത്തകരാണ് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളും പരിക്കേറ്റയാളും. മരണപ്പെട്ട യുവാവ് KK ശൈലജക്കൊപ്പമുള്ള ചിത്രങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതോടെ രാഷ്ട്രീയമായി തള്ളിപ്പറഞ്ഞിട്ടും CPM വെട്ടിലായിരിക്കുകയാണ്. CPM ഭരിക്കുമ്പോൾ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് നിർമ്മാണം കണ്ണൂരിൽ യഥേഷ്ടം നടക്കുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ച കൂടിയാണ്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.